എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പീനട്ട് ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഊത്തപ്പത്തിനുമൊക്കെ ഒരു നല്ല കോമ്പിനേഷനാണിത്. നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതിന് വേണ്ടത് അരക്കപ്പ് നിലക്കടല അല്ലെങ്കിൽ പീനട്ട്, അത് തൊലിയോട് കൂടിയതോ തൊലിയില്ലാത്തതോ ഏതായാലും കുഴപ്പമില്ല. അതൊരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ചൂടാകുമ്പോൾ അതിങ്ങനെ പൊട്ടുമല്ലോ, അങ്ങനെ അതെല്ലാം പൊട്ടണം. അതുപോലൊന്ന് കരിയാതെ ചൂടാക്കി എടുത്തതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതേ പാനിലേക്ക് ഒരൽപ്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ കഷ്ണം 2-1 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരൽപ്പം വാളംപുളി, കറിവേപ്പില ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് 2 ടീസ്പൂൺ കോക്കനട്ടും കൂടി ആഡ് ചെയ്യുക. കോക്കനട്ട് ഓപ്ഷണലാണ്, പക്ഷേ കോക്കനട്ടിൻ്റെ സ്വീറ്റ് ടേസ്റ്റും പീനട്ടിൻ്റെ നട്ടി ടേസ്റ്റും കൂടിയുള്ള കോമ്പിനേഷൻ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നമ്മൾ വെച്ചിരിക്കുന്ന നിലക്കടലയും ഇപ്പം നമ്മളൊന്ന് വഴറ്റി വെച്ചിരിക്കുന്നതും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചൂട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കണം. നോർമലി നമ്മുടെ പീനട്ട് ചട്നിക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നീട്ടിയാൽ വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിൻ്റെ ഭാഗം കൂടെ നോക്കണം. ഇപ്പം നന്നായിട്ട് കുഴമ്പ് പോലെ നമ്മൾ അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡിയാണ്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇതൊന്ന് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനൊരു പാൻ ചൂടാക്കി വീണ്ടും അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം കടുകിടുക. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2-3 ചുമന്നുള്ളി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇത് ചട്നിയുടെ പുറത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പീനട്ട് ചട്നി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചട്നി എല്ലാവരും ഉണ്ടാക്കി നോക്കണം.